നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിധിയെ ചുറിയാനായിട്ട് എംബാപ്പെ നിൻ്റെതെല്ലാം കവർന്നെടുത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്ന കോക്കയെപ്പോലുള്ള ചിലരുണ്ടല്ലോ. കോക്കെ കളിക്കളത്തിൽ അത് ചോദിച്ചു. ഇവിടെ കുറേ ആളുകൾ കമൻറ്റ് ബോക്സുകളിൽ അതും പറഞ്ഞ് എന്തോ ആത്മനിർവൃതി അടയുകയാണ്. അവർക്കുള്ള മറുപടിയാണ് ഇപ്പോൾ കൃത്യമായിട്ട് വിനിയും എംബാപ്പയും ചേർന്നുകൊണ്ട് കളിക്കളത്തിൽ കൊടുത്തിരിക്കുന്നത്. VRL 3-1 റയൽ തോൽപ്പിക്കുമ്പോൾ ഓൾറെഡി വിനി ഒരു ഗോൾ അടിച്ചിരുന്നു. എന്നിട്ടും ലഭിച്ച പെനാൽറ്റി എംബാപ്പെ എടുക്കുന്നില്ല. എംബാപ്പയാണ് റയലിന്റെ ഇപ്പോഴത്തെ ഫസ്റ്റ് പെനാൽറ്റി ടേക്കർ. എന്നിട്ടും അത് വിനിക്ക് കൊടുക്കുകയാണ്. വിനി ആ ബോളിനടുത്ത് നിൽക്കുമ്പോൾ എംബാപ്പെ അദ്ദേഹത്തിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് തലയോട് തന്നെ നെറ്റ് ചേർത്ത് നിൽക്കുന്ന ആ ഒരു രംഗമൊക്കെ ഉണ്ടല്ലോ, അതിലെല്ലാം ഉണ്ട്. അതാണ് അവർ നൽകുന്ന മറുപടി. എംബാപ്പെ ആ ചിത്രം എടുത്തുകൊണ്ട് തൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു, ഓൾവേസ് ഇൻ യുവർ ബോട്ട്. അതൊരു പ്രയോഗമാണ്, എപ്പോഴും നിന്റെ കൂടെ എന്ന അർത്ഥം വരുന്ന ഓൾവേസ് ഇൻ യുവർ ബോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എംബാപ്പെ എപ്പോഴും നമ്മൾ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് സൂചിപ്പിക്കുമ്പോൾ പിന്നാലെ വരുന്നു വിനിയുടെ മറുപടി, വി ആർ ഇൻ ദിസ് ടുഗദർ മൈ ബ്രദർ. നമ്മൾ ഈ യാത്രയിൽ ഒരുമിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര എന്ന് വിനിയും പറയുമ്പോൾ ഭയക്കണം എതിരാളികൾ. ഇവർ രണ്ടുപേരും ചേർന്നങ്ങ് ഒരു മിന്നും പ്രകടനം നടത്തിയാൽ താങ്ങാനുള്ള കെൽപ്പൊന്നും ഇപ്പോഴുള്ള ഒരു കൊടി കെട്ടിയ ടീമിന്റെ ഡിഫൻസിനും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അവർ തമ്മിലുള്ള കെമിസ്ട്രി നല്ല രൂപത്തിൽ വർക്ക് ചെയ്തു. എംബാപ്പെ ഗോൾ അടിച്ചങ്ങ് തിമിർക്കുകയാണ്. വിനിയും ഒട്ടും കുറവില്ലാതെ തന്നെ ഗോളും അസിസ്റ്റുമായിട്ട് പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ സീസണിൽ ലാ ലീഗിൽ നമ്മൾ കാണുന്നത്. 8 ഗെയിമുകളല്ലേ ആയുള്ളൂ, അതിൽ 592 മിനിറ്റല്ലേ വിനി കളിച്ചുള്ളൂ. 5 ഗോളും 4 അസിസ്റ്റും 9 ഗോൾ കോൺട്രിബ്യൂഷൻസ് അവിടെ നിന്നും വന്നിട്ടുണ്ട്. സോ കളിയാക്കുന്നവർക്ക് അത് തുടരാം. ഇവരെ താങ്ങാനാവുമെങ്കിൽ മാത്രം ചൊറിയാൻ പോയാൽ മതി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.